ഹലോ ഗായ്സ്, നമ്മുടെ ബാങ്കോക്ക് ട്രിപ്പിന്റെ ഫൈനൽ ഡേയിലേക്ക് എത്തിയിരിക്കുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മൾ പുറത്തേക്കിറങ്ങി. ഇന്ന് മോർണിംഗ് തന്നെ പുറത്തേക്കിറങ്ങാൻ ഒരു കാരണമുണ്ട്. ഇവിടെ വന്നിട്ട് നല്ലൊരു സ്പാ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഒരു ഹെയർ സ്പാ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് നമ്മളെല്ലാം പുറത്തേക്കിറങ്ങിയത്. അങ്ങനെ നല്ല അടിപൊളി ഒരു സ്പാ ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ സ്പാ ഒക്കെ ചെയ്തു കഴിഞ്ഞ ശേഷം നമ്മൾ നേരെ പോയത് ഗോൾഡൻ ബുദ്ധ ടെമ്പിളിലേക്കാണ്. അത് ശരിക്കും പറഞ്ഞാൽ അത്രയും പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലത്തേക്ക് ഇതിന് മുന്നേ ഞാൻ പോയിട്ടേയില്ല എന്ന് പറയും. അവിടുത്തെ ആർക്കിടെക്ചർ ആണെങ്കിൽ അത്രയും ബ്യൂട്ടിഫുൾ ആണ് ഗൈസ്. തായ്ലൻഡ് ആണെങ്കിൽ ഗോൾഡൻ ബെൽ ഷേപ്ഡ് സ്തൂപാസ് വെച്ചിട്ട് ഭയങ്കര ഫേമസ് ആണല്ലോ. അത് നേരിട്ട് കണ്ട് അനുഭവിക്കാൻ പറ്റി. അവിടെ നമുക്ക് നല്ല രീതിയിൽ മെഡിറ്റേറ്റ് ചെയ്യാനും പറ്റും. ഇത്രയും പീസ്ഫുൾ ആയിട്ട് എല്ലാം മറന്നുകൊണ്ട് കുറച്ച് സമയങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റി. പിന്നെ അത്രയും നേരം കലവിലാക്കിയ നമ്മൾ അതിനുള്ളിൽ എത്തിയതിനു ശേഷം വേറെ ആരോ ആയതുപോലെയായി. കാരണം അത്രയും പീസ്ഫുള്ളും നല്ല പിൻ ഡ്രോപ്പ് സൈലൻസ് വരുന്നു അതിൻ്റെ ഉള്ളിൽ. നമുക്കെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. ഇത്രയും ദിവസം എൻജോയ്മെന്റ് മൂഡിലാണെങ്കിൽ ഈ ലാസ്റ്റ് ഡേ നല്ല സമാധാനപരമായാണ് നമ്മളത് തീർത്തത്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നേരെ എയർപോർട്ടിലെത്തി ഗൈസ്. ആലോചിക്കുമ്പോൾ ചെറിയൊരു സങ്കടമുണ്ട്. കാരണം ട്രിപ്പ് കഴിഞ്ഞു. ഇനി ഇവിടുന്ന് നേരെ കൊച്ചിയിലേക്ക്. കൊച്ചി എത്തുമ്പോൾ കിട്ടിയൊരു ആശ്വാസം അതൊന്ന് വേറെ തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് നമ്മുടെ നാടും വീടും റേഷൻ കടയൊക്കെ തന്നെയാണ് വലുത്. നല്ല പുലർച്ചെയാണ് നമ്മൾ കൊച്ചിയിലെത്തിയത് ഗൈസ്. അതുകൊണ്ട് തന്നെ അന്ന് നമ്മൾ അവിടെ സ്റ്റേ ചെയ്തു. തിരിച്ച് കണ്ണൂരേക്കുള്ള എൻ്റെ ട്രെയിൻ രാവിലെ 8:30 മണിക്കായിരുന്നു. അതുകൊണ്ട് കൊച്ചിയിൽ നമ്മൾ സ്റ്റേ ചെയ്ത് കുറച്ച് റീൽസ് ഒക്കെ എടുത്തതിന് ശേഷം രാവിലെ എണീറ്റ് കണ്ണൂരേക്ക് വിട്ടു ട്രെയിനിന്. എല്ലാവരെയും പിരിയുന്നതിലും നല്ല സങ്കടം ഉണ്ടായിരുന്നു. കാരണം നമ്മളെല്ലാവരും പല സ്ഥലത്തു നിന്നാണല്ലോ. അതുകൊണ്ട് ഇനി എപ്പോഴാണ് കാണാമെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും നമ്മൾ നാലുപേരും മാക്സിമം എൻജോയ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ ട്രിപ്പ് ഒരു അടിപൊളിയായിരുന്നു തന്നെ പറയാം. അങ്ങനെ ഞാൻ എൻ്റെ നാട്ടിലെത്തി കണ്ണൂര്. ഞാൻ കണ്ണൂർ കാലുകുത്തുന്നതിന് മുന്നേ എന്നെ കൂട്ടാൻ കിച്ചൻ ഓൾറെഡി വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൻ്റെ കൂടെ നേരെ വീട്ടിലേക്കും പോയി. ശുഭം.